യെസ് സക്രിയ സാർ, ഇതിങ്ങനെ കയറൂരി വിടാൻ പറ്റുമോ? ഇവരുടെ ഗുണ്ടായുസത്തിന് മുന്നിൽ തലകുനിച്ച് വിനീത വിധേയരായി ഇങ്ങനെ നിൽക്കണം, പഞ്ചപുച്ഛം അടക്കി നിൽക്കണം. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ വരുന്നുണ്ട്. ചില റിട്ടയേർഡ് ജഡ്ജിമാർ അവർ പറയുന്നുണ്ട് ഇത് ഹൈക്കോടതി ടേക്കപ്പ് ചെയ്യണം, ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം കൊണ്ടുവരണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഒരു നടപടി വേണം, ഇതിനൊരു അവസാനം ഉണ്ടാവണ്ടേ? എന്ത് തോന്നിയാസവും കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി പ്രതികരണശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സീനിയറിനെ 89 ബാച്ചിൽപ്പെട്ട ഓഫീസേഴ്സിനെ സൂപ്പർസീഡ് ചെയ്ത് 90-ലെ ആളിനെ ഇതുവരെ ഒരു മേജർ കേസ് അന്വേഷിക്കുകയോ ഒരു മേജർ ആക്ഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി മാം പിന്നെ ഹസ്ബൻഡിനെക്കാട്ടിലും കുറെ കൂടെ ആക്റ്റീവായിട്ട് വരുമെന്നാണ് വിചാരിച്ചത്. കാരണം സ്ത്രീകൾ അവർക്ക് നല്ല പദവി കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ ബ്യൂറോക്രസിയുടെ ചീഫായിട്ടിരിക്കുമ്പോഴൊക്കെ അവർ എക്സേർട്ട് ചെയ്യും, അവിടെ ആ തന്റെ ഇടം കാണിക്കും. നമ്മൾ കണ്ടല്ലോ ഡൽഹിയിലൊക്കെ കിരൺ ബേഡിയൊക്കെ ചെയ്ത പോലെ. അപ്പൊ എവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പൊ ഇത് ജനം അനുഭവിക്കേ പറ്റുള്ളൂ. കാര്യം ഇത് നമ്മൾക്ക് വിധിക്കപ്പെട്ടതാണ്. നമുക്കിതല്ല വേറെ ഒന്നുമില്ല. കാരണം പ്രതികരണശേഷിയില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞല്ലോ, കോംപ്രമൈസിങ് പേഴ്സൺ ആണെന്നും അന്തർധാരയാണെന്നും ഒക്കെ ശ്രീ ഹരിദാസും അല്ലെങ്കിൽ ഗോകുലും ഒക്കെ പറഞ്ഞല്ലോ. ഈ അന്തർധാരയൊക്കെയാണ് നമ്മളെ ചെയ്യുന്ന. അവരെല്ലാവരും കൂടെ നമ്മുടെ സ്റ്റേറ്റിന്റെ റിസോഴ്സസ് ആസ്വദിച്ച് ജീവിക്കുന്നു. ഇപ്പൊ ഒരു നല്ല ഒരു വണ്ടി ഇപ്പോഴത്തെ ക്രിസ്റ്റയോ അല്ലെങ്കിൽ ഫോർച്യൂണറോ മാറ്റിയിട്ട് ഒരു ബെൻസ് വാങ്ങിച്ചു കൊടുത്താൽ അവർ സൈലന്റ് ആകും. ഇവർക്ക് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. അവർക്ക് പൊതുസമൂഹത്തിൽ കൂടി ആള് കളിച്ച് നമ്മുടെ ആനന്ദപ്രദമാക്കണല്ലോ അവർക്ക്. അതും തീർച്ചയായിട്ടും പെൻഷൻ എല്ലാം കിട്ടി സുഭിക്ഷമായിട്ട് ജീവിക്കണം. പിന്നെ ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ ഗാന്ധിജിയൊക്കെ ഓർക്കും. പക്ഷെ അദ്ദേഹമൊക്കെ പ്ലെയിൻ ലിവിങ് ഹൈ തിങ്കിങ് ആയിരുന്നു. ഗാന്ധിജി പ്ലെയിൻ ലിവിങ് ഹൈ തിങ്കിങ് ആണ്. ആ ലാളിത്യമൊന്നും ഇവർക്ക് ഇല്ലല്ലോ. ഇപ്പം ഹൈ തിങ്കിങ്ങും ഇല്ല, ജനമാണ് എല്ലാം എന്ന് ചിന്തിക്കാനുള്ള ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ തോട്ട്സ് ഇല്ല ഇവർക്ക്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളൂ ജനങ്ങൾക്ക്. ഇതൊക്കെയാണ് വന്നത്. ഗാന്ധിജി തന്നെ പറഞ്ഞല്ലോ, ഐ ഫോട്ട് ഫോർ ഫ്രീഡം, വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ. ഇന്ത്യ മൊത്തം തകർന്ന് നശിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാര്യം അദ്ദേഹം ദീർഘവീക്ഷണമുള്ള വലിയ ഉന്നത വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞവർക്ക് ആർക്കും ഇല്ല. അവർക്ക് സുഖം, നമ്മുടെ ചെലവിൽ അവർ സുഭിക്ഷമായിട്ട് അവർ ജീവിക്കുന്നു. അവർക്ക് അതിനപ്പുറത്തോട്ട് ജനങ്ങളോട് എന്ത് കൂറ? പിന്നെ അവർക്ക് മുദ്രാവാക്യം വിളിക്കുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരോടും കുറെ പേരോട് കാണും. നമ്മുടെ ജനാധിപത്യം ഇതിൽ നിന്നെല്ലാം ഉയർന്നിട്ട് ജനങ്ങളാണ് ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ്. എല്ലാവരും പ്രസംഗത്തിൽ പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. എന്നിട്ട് ജനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ പാർട്ടികൾ വേണ്ടെന്നല്ലേ. എന്റെ IPS ട്രെയിനിങ്ങിന് ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ അവിടെ പബ്ലിക് സ്പേസ് ഉണ്ട്, അവിടെ കൂടാൻ പറ്റുള്ളൂ, അതിന് പുറത്ത് പറ്റത്തില്ല. നല്ല രാജ്യങ്ങളിലെല്ലാം ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഇവിടെ പാർട്ടി ഇത് ഏറ്റെടുക്കുവാണ്. കാര്യം അവരാണ് ഇത് അവരുടെ മേളിൽ അവരുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മളെ അടിമ പോലെ ജീവിപ്പിക്കുവാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ അവിടെ അടിമത്തമാണ്. ഈ അടിമത്തം മാറി ലിബറേറ്റ് ചെയ്യണമെങ്കിൽ വലിയ വലിയ ലീഡേഴ്സ് നമുക്ക് ഉണ്ടാകണം. ഇന്നത്തെ ലീഡേഴ്സ് കൊണ്ട് ഈ പറയുന്ന അക്രമങ്ങളെ ഇല്ലാതാക്കി നമുക്ക് സ്വപ്നതുല്യമായ ഒരു പിന്നെ സമൂഹത്തെ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ചിന്ത. യെസ്, എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എല്ലാ ആഴ്ചയും ഓരോ ജില്ലകൾ സന്ദർശിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ചുരുങ്ങിയ വർഷം ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഈ കമാനങ്ങൾ, അതുപോലെ ഈ ഫ്ലെക്സ് ബോർഡുകൾ, ഇതൊക്കെ മാറ്റാൻ അത് ഉപകരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ സന്ദർശനം. പൊതു റോഡുകൾ കയ്യേറരുത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തരുത്, റോഡിൽ കമാനങ്ങളോ ഫ്ലെക്സുകളോ പാടില്ല. ഹൈക്കോടതി വിധികൾ ഏറെയുണ്ട്, അത് അപ്ഹോൾഡ് ചെയ്യുന്ന സുപ്രീം കോടതി വിധികളുണ്ട്. ഇതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് CPMൻ്റെ കലാപരിപാടികൾ. ഇതിലൊക്കെ ഉപരി മനുഷ്യാവകാശ ലംഘനവും ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ ഹനിക്കപ്പെട്ടത്. അതിൽ നടപടിയെടുക്കേണ്ട പോലീസാണ് സ്റ്റേജ് നിർമ്മാണത്തിന് കുട പിടിച്ചു കൊടുക്കുന്നത്. സഖാക്കന്മാരെ കണ്ടാൽ സകലതും മറന്ന് വിടുപണിയെടുക്കുന്ന പോലീസ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം.